കോഴിക്കോട് നടക്കാവിൽ മോഷണം. 21 പവൻ സ്വർണമാണ് മോഷണം പോയത്. വീട്ടുകാർ ഗുരുവായൂരിൽ പോയ സമയത്തായിരുന്നു ഈ മോഷണം. നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? മോഷ്ടാക്കളെ കുറിച്ച് സൂചനയുണ്ടോ പോലീസിന്? ഷഹദ്, റീജിത്ത്, മോഷ്ടാവിനെ കുറിച്ച് സൂചനയില്ല. നടക്കാവിലാണ് ഈ സംഭവം നടക്കുന്നത്. വിനോദ് പട്ടത്തിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഈ മോഷണം നടക്കുന്നത്. ഇവരിന്ന് പുലർച്ചയോടുകൂടി ഗുരുവായൂരിൽ ദർശനത്തിനായിട്ട് പോയതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഇവർ തിരിച്ചെത്തുന്നത്. ആ ഘട്ടത്തിൽ വീട്ടിലെത്തുമ്പോഴാണ് വീടിന്റെ ഫ്രണ്ട് ഡോറ് പൊളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് വീട് പരിശോധിക്കുകയാണ്. വീട് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വീടിന്റെ മുകൾ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണം കാണാതായത്. ഏകദേശം 21 പവനോളം സ്വർണമാണ് കാണാതായത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം പോലീസിന് നൽകിയിട്ടുള്ള പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. ഇതിനു മുൻപും ഈ വീട്ടിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 2-ലധികം തവണ ഈ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീടും പരിസരവും കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ഒരാളാണ് ഈ മോഷണം നടത്തിയത് എന്ന നിഗമനത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഉള്ളത്. കാരണം ഈ വീട്ടുകാർ വീട്ടിലില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും പകൽ വെളിച്ചത്തിലാണ് ഈ മോഷ്ടാവ് വീട്ടിലെത്തുകയും വീടിന്റെ മുൻവശത്തെ ഡോറ് തകർക്കുകയും പിന്നീട് അകത്ത് കയറി മുകൾ നിലയിൽ സൂക്ഷിച്ചിരിക്കുന്ന അലമാറയിൽ നിന്ന് 21 പവനോളം സ്വർണം മോഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.